ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയത് ഗോസ് ഹൈപ്പർ ജിയോമെട്രിക് സീരീസ് അല്ലെങ്കിൽ ഗോസ് ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഡിനോട്ട് ചെയ്ത ആ സൊല്യൂഷൻ ഇങ്ങനെയായിരുന്നു: എഫ് ഓഫ് എ ബി സി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എക്സെട്ര എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ബി പ്ലസ് എൻ മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു സി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര സി പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഈ ഒരു ഫോമിൽ എഴുതുന്ന ഈക്വേഷനാണ് നമ്മൾ ഹൈപ്പർ ജിയോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞത്. നമുക്കിനി അടുത്തത് നമ്മളത് കണ്ടു കഴിഞ്ഞിരുന്നല്ല, നമ്മളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. നമുക്കത് ജസ്റ്റ് അതിൻ്റെ കൺവെർജൻസ് കൂടി പറയുകയാണ്. അതിൻ്റെ കൺവെർജൻസ് നമുക്ക് ബൈ റേഷ്യോ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എൻ പ്ലസ് 1 എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എ എൻ എക്സ് റേസ് ടു എൻ എന്ന റേഷ്യോ ടെസ്റ്റ് വഴി അതിൻ്റെ മോഡുലസ് വാല്യൂ എങ്ങോട്ട് കൺവെർജൻ നോക്കാം നമുക്ക് ആദ്യം. സോ അതിനെ നമുക്ക് റീറൈറ്റ്, അതിനെ നമുക്ക് ഇങ്ങനെ പറയാം: എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു സി പ്ലസ് എൻ ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എ എൻ എക്സ് റേസ് ടു എൻ. അത് ആ nth ടേമുകൾ എൻ പ്ലസ് 1th ടേമും nth ടേമും ആണ്. അത് മൊത്തം എഴുതണില്ല, കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും. എ പ്ലസ് 1 എ പ്ലസ് 2 എക്സെട്ര എ പ്ലസ് എൻ വരെ ഉണ്ട്. ദെൻ ബി പ്ലസ് 1 അങ്ങനെ ബി ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര അങ്ങനെ ബി പ്ലസ് എൻ വരെ ഉണ്ടാവും. ആ ടേംസ് എല്ലാം നമ്മൾ എല്ലാം എഴുതണില്ല. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഫോം വരിക. നമുക്ക് അതിനൊന്നുകൂടി റീറൈറ്റ് ചെയ്യാൻ പറ്റും. എ എന്നും എക്സ് റേസ് ടു എൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു സി പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഞാൻ എല്ലാത്തിൽ നിന്നും എൻ കോമൺ എടുത്താൽ ന്യൂമറേറ്ററിൽ നമുക്ക് എൻ സ്ക്വയർ വരും, ഡിനോമിനേറ്ററും എൻ സ്ക്വയർ വരും. അത് ക്യാൻസൽ കളയാം. സോ വി ഗെറ്റ് എ ബൈ എൻ പ്ലസ് 1 ഇൻറ്റു ബി ബൈ എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ബൈ എൻ ഇൻറ്റു സി ബൈ എൻ ഇൻറ്റു 1 പ്ലസ് സി ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് വരും. ടേക്ക് ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി. നമ്മുടെ റേഷ്യോ ടെസ്റ്റ് ആണ് ചെയ്യണത്. ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി എൻ പ്ലസ് 1 ടൈം ബൈ എൻ ടൈം ആണ് ചെയ്യുക. യു ഗെറ്റ് മോഡ് എക്സ്. നമ്മൾ റേഷ്യോ ടെസ്റ്റ് പറയും ഈ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലാണ് കൺവേർജ് ചെയ്യുന്ന പറയാം, ഈ ലിമിറ്റ് വാല്യൂ. സോ നമുക്ക് റേഷ്യോ ടെസ്റ്റ് എന്ത് പറയാം? ദിസ് ഹൈപ്പർ ജിയോമെട്രിക് സീരീസ് കൺവേർജസ് വെൻ മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1. Okay, generally we can say that when c is not 0 or negative integer, a, b, c, x is an analytic function. കാരണം സിയുടെ വാല്യൂ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയി കഴിഞ്ഞാൽ 1 മൈനസ് സിയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനോടെ പറഞ്ഞേ. ഓൺ ദി ഇൻ്റർവൽ മോഡ് എക്സ് മൈനസ് 1 ഉള്ളപ്പോൾ ഹൈപ്പർ ജിയോമെട്രിക് ഫംഗ്ഷൻ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ സിയുടെ വാല്യൂ 0യോ നെഗറ്റീവ് ഇൻറ്റിജറോ ആയിരുന്നാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷൻ. വെൻ 1 മൈനസ് സി ഈസ് നോട്ട് 0 ഓർ നെഗറ്റീവ് ഇൻറ്റിജർ, അതായത് 1 മൈനസ് സിയുടെ വാല്യൂ 0യോ നെഗറ്റീവ് ഇൻറ്റിജർ അല്ലാതിരിക്കണമെങ്കിൽ സി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആവാതിരുന്നാൽ മതി. ദെൻ ബൈ earlier തിയറം there is an independent second solution near x equal to 0. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ മൊത്തം ഈ സി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എന്ന കേസിൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടു. ഇനി സി അങ്ങനെ സൊല്യൂഷൻ അല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തിയറ പ്രകാരം എന്ത് പറയാം? ഒരു m2 ഈക്വൽ ടു 1 മൈനസ് സി. നമ്മൾ ആ ഇൻഡിസിയൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0യോ 1 മൈനസ് സി എന്ന് പറഞ്ഞത് 0യിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 1 മൈനസ് സിയും ഉണ്ട്. അതിനും ഒരു സൊല്യൂഷൻ, ഒരു സെക്കൻഡ് സൊല്യൂഷൻ ഉണ്ടാവാം. അതിങ്ങനെയായിരിക്കും: y ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എന്നായിരിക്കും. ഞാൻ ആ എ എൻ എക്സ് റേസ് ടു എൻ്റെ സമ്മേഷൻ്റെ സീരീസിനെ ഇസഡ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ്. അതിനെ ഞാൻ ഇക്വേഷൻ ബി എന്ന് മാർക്ക് ചെയ്യാണ്. ഇത് ഉപയോഗിച്ച് എനിക്ക് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും പറയാം. വൈ ഡാഷ് എന്നുള്ളത് ഈ എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് അപ്ലൈയിങ് വി ഗെറ്റ് എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് ഡാഷ് ആണ് കേട്ടോ. എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി ഇസഡ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. അഗൈൻ അപ്ലൈയിങ് പ്രൊഡക്റ്റ് റൂൾ ടു ബോത്ത് ദീസ് ടേംസ് വി ഗെറ്റ് വൈ ഡബിൾ ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി മൈനസ് 1 ഇൻറ്റു ഇസഡ്. നമുക്ക് റീറൈറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടാൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് റീറൈറ്റ് ചെയ്താൽ ഈ ടേം കിട്ടും: എക്സ് റേസ് ടു 1 മൈനസ് സി ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് സി എക്സ് റേസ് ടു മൈനസ് സി ഇസഡ് ഡാഷ് മൈനസ് സി ഇൻറ്റു 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി മൈനസ് 1 ഇൻറ്റു ഇസഡ്. ഇത് വാല്യൂസ് എല്ലാം നമ്മുടെ ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ. സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഡാഷ് ആണ്. ഇതാണ് നമ്മുടെ വൈ ഡാഷിൻ്റെ വാല്യൂ. മൈനസ് എ ബി വൈ ആണ്, വൈയുടെ വാല്യൂ കൊടുത്തു. ഇത് നമുക്ക് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റെപ്പുകൾ കുറച്ച് സ്കിപ്പ് ചെയ്യാണ്, നമുക്കതിനെ ഈ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റും: എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് 2 മൈനസ് സി മൈനസ് എ മൈനസ് സി പ്ലസ് 1 പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ് ഡാഷ് മൈനസ് എ മൈനസ് സി മൈനസ് 1 സി പ്ലസ് 1 ഇൻറ്റു ബി മൈനസ് സി പ്ലസ് 1 ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 0. ഇതിപ്പോൾ ശരിക്കും നമ്മുടെ ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷൻ്റെ അതേ ഫോമിലേക്ക് എത്തി. ഇവിടെ നമുക്ക്
എ ബി സി എന്ന കോൺസ്റ്റൻറ്റുകൾക്ക് പകരം എ മൈനസ് സി പ്ലസ് വൺ ബി മൈനസ് സി പ്ലസ് വൺ 2 മൈനസ് സി എന്നിങ്ങനെ 3 കോൺസ്റ്റൻസ് ഉള്ളത്. കാരണം നമുക്കുള്ളത് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് വൺ ഇൻറ്റു എക്സാണ് വേണ്ടത്. ഇവിടെ സിക്ക് വരം 2 മൈനസ് സി, എക്ക് വരം എ മൈനസ് സി പ്ലസ് വൺ, ബിക്ക് വരം ഇത് അഗൈൻ എക്ക് വരം എ മൈനസ് സി പ്ലസ് വൺ, ബിക്ക് വരം ബി മൈനസ് സി പ്ലസ് വൺ, വൈക്ക് വരം ഇസഡ്. അപ്പോൾ ഇത് ഇസഡിലുള്ളൊരു ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷനാണ് മനസ്സിലായി. സോ ക്ലിയർലി അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ പറയാം. എഫ് ഓഫ് എ ബി സി എക്സിന് പകരം എ മൈനസ് സി പ്ലസ് വൺ ബി മൈനസ് സി പ്ലസ് വൺ 2 മൈനസ് സി എക്സ് എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞു എഫ് ഓഫ് എ ബി സി എക്സ് ആയിരുന്നു. രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് സി പ്ലസ് വൺ ബി മൈനസ് സി പ്ലസ് വൺ 2 മൈനസ് സി എക്സ് എന്ന് പറയാം. കാരണം നമ്മൾ എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു പറഞ്ഞ് തുടങ്ങിയത് അവിടെയായിരുന്നു. എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഈ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി വൈയുടെ വാല്യൂ. സോ അത് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. സോ ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we can say that x raised to 1 minus c into f of a minus c plus 1 b minus c plus 1 2 minus c and x. This is a solution. This is a second solution for our hypergeometric equation. അങ്ങനെയെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു c1 ഇൻറ്റു നേരത്തെ കിട്ടിയ എഫ് ഓഫ് എ ബി സി എക്സ് എന്നും c2 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് സി പ്ലസ് വൺ ബി മൈനസ് സി പ്ലസ് വൺ 2 മൈനസ് സി എക്സ് എന്ന് വിളിക്കാം. ഇത് നമ്മളിപ്പോൾ കണ്ടത് മൊത്തം റെഗുലർ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0 മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഹൈപ്പർ ജിയോമെട്രിക് ഇക്വേഷൻ 2 റെഗുലർ പോയിൻറ്റ്സ് ഉണ്ട്, റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് എക്സ് ഈക്വൽ ടു 0 ഒന്ന് എക്സ് ഈക്വൽ ടു 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 0 ജനറൽ സൊല്യൂഷനാണ് ഇപ്പോൾ കിട്ടിയത്. എക്സ് ഈക്വൽ ടു 1 പോകുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം 1 മൈനസ് എക്സ് എന്ന ടൈമിന് ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സിന് വരെ 1 മൈനസ് ടി എഴുതാം. ആൻഡ് ഓൾസോ വൻ എക്സ് ഈക്വൽ ടു 1 ടി ഈക്വൽ ടു 0 ആണ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സിനെ ബൈ ചെയിൻ റൂൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എഴുതാം. ആൻഡ് ദാറ്റ് വിൽ ബി മൈനസ് ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. സിംപ്ലി ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ഡി ടി ബൈ ഡി എക്സിൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട്. നോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഡി വൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഈ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു അല്ലെങ്കിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗെറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ തന്നെയാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. നമ്മുടെ ഹൈപ്പർ ജോമെട്രി ഇക്വേഷനകത്ത് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സിനെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് പകരം 1 മൈനസ് ടി കൊടുത്തു, ടിക്ക് 1 മൈനസ് എക്സിന് പകരം ടീന്ന് കൊടുത്തു. അതാണ് ടി ഇൻറ്റു 1 മൈനസ് ടി എന്ന് വന്നത്. ഇവിടെയും എക്സിന് പകരം 1 മൈനസ് ടി എന്ന് കൊടുത്തു. സോ ടി ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഡി ടി സ്ക്വയർ പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ്. എക്സിന് വരെ 1 മൈനസ് ടി, ഡി വൈ ബൈ ഡി എക്സിന് വരെ മൈനസ് ഡി വൈ ബൈ ഡി ടി മൈനസ് എ ബി വൈ ഈക്വൽ ടു 0. ഞാൻ തൽക്കാലം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിനെ വൈ ഡബിൾ ഡാഷ് എന്ന് വിളിക്കുകയാണ്, ഡി വൈ ബൈ ഡി ടീനെ വൈ ഡാഷ് എന്ന് വിളിക്കുകയാണ്. സോ അവർ ഇക്വേഷൻ ഈസ് ടി ഇൻറ്റു 1 മൈനസ് ടി വൈ ഡബിൾ ഡാഷ് മൈനസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ടി വൈ ഡാഷ് മൈനസ് എ ബി വൈ ഈക്വൽ ടു 0. ഞാനിവിടെ ഈ ടൈമിന് 1 മൈനസ് ടിയുടെ ടൈമിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ടി ഇൻറ്റു 1 മൈനസ് ടി വൈ ഡബിൾ ഡാഷ് മൈനസ് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു ടി, അത് രണ്ടും കോമൺ ആയിട്ട് വരും. മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എക്കും ബിക്കും ഒന്നും മാറ്റില്ല, എ ബി വൈ ഒക്കെ അങ്ങനെ തന്നെയുണ്ട്, എയും ബിയും ഒന്നും മാറുന്നില്ല. ആകെ മാറ്റം വരുന്നത് ഇവിടെ വരുന്ന ആൾക്കാണ്. ഇവിടെ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് 1 മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഉണ്ട്. അപ്പോൾ നമ്മുടെ സിയുടെ വാല്യൂ ആണ് മാറിയിരിക്കുന്നത് ശരിക്കും. അതായത് സിയുടെ വാല്യൂന് പകരം എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി എല്ലാ കോൺസ്റ്റൻസും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ജസ്റ്റ് പറഞ്ഞു വയ്ക്കാം, നമുക്ക് മൊത്തം സ്റ്റെപ്പ് ചെയ്യേണ്ട. ഒന്ന് എഫ് ഓഫ് എ ബി സി എക്സ് ആയിരുന്നു അവിടെ ഉണ്ടായത്. ഇവിടെ സിക്ക് വരും എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 എക്സിന് വരും ടിയും വരും. സോ വൺ സൊല്യൂഷൻ ഈസ് എഫ് ഓഫ് എ ബി എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 ടി. ആൻഡ് സെക്കൻഡ് സൊല്യൂഷൻ നമ്മളവിടെ ഇത് എക്സ് റേസ് ടു 1 മൈനസ് സി എന്നായിരുന്നു. ഇവിടെ എക്സിന് വരും വേരിയബിൾ ടി ആണ്. 1 മൈനസ് സി ചെയ്യുമ്പോൾ കിട്ടുന്നത് സിയുടെ വാല്യൂ ഇവിടെ എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 ആണ്. അപ്പോൾ അത് സി മൈനസ് എ മൈനസ് ബി എന്ന് കിട്ടുക ഇൻറ്റു എഫ് ഓഫ് എ ബി. അവിടെ കിട്ടിയ വാല്യൂസ് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ വാല്യൂസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ നമുക്ക് കിട്ടിയത് എ മൈനസ് സി പ്ലസ് 1 ബി മൈനസ് സി പ്ലസ് 1 2 മൈനസ് സി എക്സ് എന്നായിരുന്നു. ഞാൻ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അത് വരുന്നത് സി മൈനസ് ബി സി മൈനസ് എ സി മൈനസ് എ മൈനസ് ബി പ്ലസ് 1 ആൻഡ് വേരിയബിൾ ഈസ് ടി. ഇനി നമുക്ക് ടിയുടെ വാല്യൂവിന് പകരമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ 1 മൈനസ് എക്സ് ആണ്. നമ്മുടെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു വരുന്നത് C1 ഇൻറ്റു എഫ് ഓഫ് എ ബി എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് C2 ഇൻറ്റു ഈ വാല്യൂ 1 മൈനസ് എക്സ് റേസ് ടു സി മൈനസ് എ മൈനസ് ബി എഫ് ഓഫ് സി മൈനസ് ബി സി മൈനസ് എ സി മൈനസ് എ മൈനസ് ബി പ്ലസ് 1 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈപ്പർ ജോമെട്രി ഇക്വേഷനെ അബൌട്ട് 2 റെഗുലർ സിംഗുലർ പോയിൻറ്റ്സിനും സൊല്യൂഷൻ കിട്ടി.
അടുത്തൊരു നോട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എഫ് ഓഫ് എ ബി സി എക്സ് അറിയാം. 1 plus sigma n equal to 1 to infinity a into a plus 1 into a plus 2 into etc. a plus n minus 1 b into b plus 1 into etc. b plus n minus 1 divided by n factorial into c plus 1 into etc. c plus n minus 1 x raised to n ആണ്. ഇതിൽ എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലും സെയിം തന്നെ കിട്ടാം. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എ ബി സി എക്സ് ഇസ് സെയിം ആസ് എഫ് ഓഫ് ബി എ സി എക്സ്. എയുടെയും ബിയുടെയും വാല്യൂസിന് പരസ്പരം ചേഞ്ച് ചെയ്താലും സെയിം ആൻസർ കിട്ടാം. ആൻഡ് എഫ് ഓഫ് 1 ബി ബി എക്സ് എന്നുള്ളത്, അതായത് എക്ക് പകരം 1 ബിക്ക് പകരം ബിയും സിയും സെയിം വാല്യൂ എക്സ് എന്ന വേരിയബിൾ കോൺസ്റ്റൻ്റ് തന്നെ. അപ്പോൾ നമുക്ക് 1 പ്ലസ് എക്ക് പകരം 1 കൊടുത്താൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എന്ന് കിട്ടും. ബിയുടെ വാല്യൂ ബി ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു അങ്ങനെ പോയി കുടിക്കും. ഡിനോമിനേറ്റർ എൻ ഫാക്ടോറിയലും സിക്ക് പകരം ബി കൊടുത്താൽ ബി ഇൻറ്റു ബി പ്ലസ് 1 എക്സെട്ര ബി പ്ലസ് എൻ മൈനസ് കിട്ടും ഇൻറ്റു എക്സറേഷൻ ഉണ്ട്. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എന്നുള്ളത് എൻ ഫാക്ടോറിയലാണ്. സോ വി ക്യാൻ ക്യാൻസൽ ദീസ് 2 ടേംസ്. ബി ഇൻറ്റു ബി പ്ലസ് 1 എക്സെട്ര ബി പ്ലസ് എൻ മൈനസ് 1 രണ്ട് ടേംസിലും ക്യാൻസൽ ആയി പോകും. സോ വാട്ട് വി ഗെറ്റ് ഈസ് 1 പ്ലസ് sigma n equal to 1 to infinity x raised to n, that is 1 plus x square plus etc. നമുക്കൊരു എക്സാമ്പിൾ രണ്ടെണ്ണം കാണാം. അതിലാദ്യത്തെ എക്സാമ്പിൾ ഷോ ദാറ്റ് 1 plus x all raised to p equal to f of minus p b b minus x എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പവർ സീരീസ് ഫോമാണ്. 1 plus x raised to p നമുക്ക് ബൈനോമിയൽ സീരീസ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ എക്സ്പാൻഷൻ പ്രകാരം 1 plus px plus p into p minus 1 by 2 factorial x square plus p into p minus 1 into p minus 2 by 3 factorial x cube and so on. ലാസ്റ്റ് ടൈം എക്സ് റേസ് ടു പി ആയിരിക്കും, കാരണം പവർ എക്സ് റേസ് ടു പി ചെയ്താൽ മതി. ആർ എച്ച് എസിൽ നമുക്ക് എഫ് ഓഫ് എ ബി സി എക്സ് ചെയ്യേണ്ടത്. സോ 1 പ്ലസ് സിഗ്മ n equal to 1 to infinity നമുക്കറിയാം. അതിൽ നമുക്ക് ഇവിടെ വേണ്ടത് മൈനസ് പി ബി ബി മൈനസ് എക്സ് ആണ്. സോ എക്ക് വരെ മൈനസ് പി കൊടുക്കുക. ഞാനത് സീരീസ് എക്സ്പാൻഷൻ ആയിട്ടാണ് 1 പ്ലസ് മൈനസ് പി ഇൻറ്റു ബി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ബി ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് മൈനസ് പി ഇൻറ്റു മൈനസ് പി പ്ലസ് 1 ഇൻറ്റു ബി പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അങ്ങനെ വന്ന് നമുക്കൊരു ടൈം കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. മൈനസ് പി ഇൻറ്റു മൈനസ് പി പ്ലസ് 1 എക്സെട്ര മൈനസ് പി പ്ലസ് പി എന്നൊരു ടേം വരും ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ബി പ്ലസ് പി. ഡിനോമിനേറ്റർ പി ഫാക്ടോറിയൽ ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ബി പ്ലസ് പി മൈനസ് പി എക്സ് റേസ് ടു പി പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഇവിടെ ഈ ടേമിനകത്ത് ഇത് 0 ആയിരിക്കും. സോ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആവും. ഈ ടേമിന് മാത്രമല്ല, ഇത് കഴിഞ്ഞുള്ള ടേമിലും ഇങ്ങനൊരു മൈനസ് പി പ്ലസ് പി വരാൻ ചാൻസ് ഉണ്ട്, വരും എന്തായാലും. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസും 0 ആയിരിക്കും. സോ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈമിൽ മൈനസ് എക്സ് മൈനസ് പി കൂടി പി എക്സ് ആവും, ബാക്കിയെല്ലാം ക്യാൻസൽ ആകും. സോ 1 പ്ലസ് പി എക്സ്. തേർഡ് ടേം പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ടൈം പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ആൻഡ് സോ ഓൺ. നമുക്ക് ഒരു പി 3 ടൈം വരെ വരുള്ളൂ. മൈനസ് 1 റേസ് ടു പി ഇൻറ്റു പി മൈനസ് 1 എക്സെട്ര പി മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് എക്സ് ഓൾ റേസ് ടു പിന്നെ വരാം. ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ടേം. ഇത് നമുക്കൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് മനസ്സിലാവും ഈ ന്യൂമറേറ്ററുള്ളത് പി ഇൻറ്റു പി മൈനസ് 1 എക്സെട്ര പി മൈനസ് 1 വരെയാണ്. അത് 1 ആണ് ടേം. അതായത് പി മുതൽ 1 വരെ പ്രൊഡക്റ്റാണ് ഈ ന്യൂമറേറ്റർ ഉള്ളത്. സോ വിച്ച് മീൻസ് ദിസ് ഈസ് പി ഫാക്ടോറിയൽ ബൈ പി ഫാക്ടോറിയൽ. ഈ വാല്യൂ 1 ആയിപ്പോവും. ഇനി മൈനസ് എക്സ് ഓൾ റേസ് ടു പി ഉണ്ട്. സോ ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും. ഇഫ് പി ഈസ് ഓഡ്, പിയുടെ വാല്യൂ ഓഡ് വാല്യൂ ആണെങ്കിൽ മൈനസ് 1 ഓൾ റേസ് ടു പി നെഗറ്റീവ് ആയിരിക്കും, ഈ ടേം നെഗറ്റീവ് ആയിരിക്കും. സോ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. പി ഈവൺ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈവൺ ആയിരിക്കും. സോ അപ്പോൾ ലാസ്റ്റ് ടൈം പോസിറ്റീവ് ആയിരിക്കും. സോ ലാസ്റ്റ് ടൈം ഈസ് പ്ലസ് എക്സ് റേസ് ടു പി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം വാല്യൂന് കിട്ടി. ഇതിനായി നമുക്ക് നേരത്തെ എൽ എച്ച് എസ് കിട്ടിയത്. സോ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു പി ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് പി ബി മൈനസ് എക്സ്. നെക്സ്റ്റ് വൺ log, show that same തന്നെയാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് log 1 പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് 1 1 2 മൈനസ് എക്സ്. സോ log 1 പ്ലസ് എക്സിന് നമുക്ക് log എക്സിൻ്റെ പവർ സീരീസ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. 1 പ്ലസ് എക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂ ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4 ബൈ 5 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ആൻഡ് സോ ഓൺ. നമുക്ക് എക്സ് ഇൻറ്റു എഫ് ഓഫ് 1 1 2 മൈനസ് എക്സ് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു നമ്മുടെ ഹൈപ്പർജോമെട്രിക് ഫംഗ്ഷൻ 1 പ്ലസ് 1 ഇൻറ്റു 1 ബൈ 1 ഫാക്ടർ ഇൻറ്റു 2 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ബൈ 2 ഫാക്ടർ ഇൻറ്റു 2 ഇൻറ്റു 3, സിയുടെ വാല്യൂ 2 ആണ്, ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ എഴുതാം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ബൈ 3 ഫാക്ടർ ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് ആൻഡ് സോ ഓൺ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 2 മാത്രം വരും. ഇവിടെ 1 ഇൻറ്റു 2 ഒരെണ്ണം ക്യാൻസലായി പോകും, താഴെ 2 ഫാക്ടറിലും ക്യാൻസലായി പോകും. മൈനസ് എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയറിനെ ആയിരിക്കും. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 രണ്ട് സ്ഥലത്തും ക്യാൻസലാവും. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 ക്യാൻസലാവും. ഇവിടുത്തെ 2 ഒരെണ്ണം ക്യാൻസലാവും. സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും എക്സ് ഇൻറ്റു 1 പ്ലസ് മൈനസ് എക്സ് ബൈ 2 1 ബൈ 3 എക്സ് സ്ക്വയർ 1 ബൈ 4 എക്സ് ക്യൂബ് 1 ബൈ 5 എക്സ് റേസ് ടു 4 എക്സെട്ര. ഈ എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ആൻഡ് സോ ഓൺ. ആൻഡ് ദാറ്റ് ഈസ് അവർ
RHS, which is same as our LHS. So log 1 plus x equal to x into f of 1, 1, 2 minus x. And I am giving 2 questions to try yourself. That is sin inverse x equal to x into f of 1 by 2, 1 by 2, 3 by 2 x square. And tan inverse x equal to x into f of 1 by 2, 1, 3 by 2 minus x square. In both these cases, we can use the power series of sin inverse x and tan inverse x. Next, we have to verify e raised to x equal to limit b tends to infinity f of a b a x by b. We know that e raised to x equal to e raised to x in the power series expansion 1 plus x square by 2 factorial x cube by 3 factorial etc. f of a b a x by b ചെയ്യുമ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 plus a into b by 1 factorial into a, c യുടെ വാല്യൂ a ആണ്, into x by b plus a into a plus 1 into b plus 1 by 2 factorial into a into a plus 1 x by b whole square. Third term a into a plus 1 into a plus 2 b into b plus 1 into b plus 2 in by 3 factorial into a into a plus 1 into a plus 2 into x by b whole cube and so on. ഇവിടെ നമുക്ക് a into a plus 1 ക്യാൻസൽ ആയി പോകും, ഇവിടെ a into a plus 1 ക്യാൻസൽ ആവും, b സ്ക്വയറും ഒരു bയും ക്യാൻസൽ ആക്കാം, ഇവിടെ നമുക്ക് എയും ക്യാൻസൽ ആവും, ബിയും ക്യാൻസൽ ആവും, ഇവിടെ വരുമ്പോൾ a into a plus 1 into a plus 2 കംപ്ലീറ്റ്ലി ക്യാൻസൽ ആവും, ബാക്കി ക്യാൻസലേഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 1 plus x by 1 factorial plus b plus 1 by 2 factorial into x square by b, b സ്ക്വയറും ബിയും ക്യാൻസൽ ആയതുകൊണ്ടാണ്. ദെൻ b plus 1 into b plus 2 by 3 factorial into x cube by b square, ഇവിടെ നമുക്ക് ബിയും ക്യാൻസൽ ചെയ്യാൻ പറ്റി ആൻഡ് സോ ഓൺ. ഇനി നമ്മൾ അടുത്ത ക്യാൻസലേഷൻ വേണ്ടി ഈ b plus 1 നിന്ന് b കോമൺ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഫസ്റ്റ് ടേംസ് 1 plus x തന്നെ, തേർഡ് ടേമിൽ b എടുത്തു കഴിഞ്ഞാൽ b into 1 plus 1 by b into x square by b ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി, by 2 factorial ഉണ്ട്. ദെൻ ഈ രണ്ട് ടേംസിനകത്ത് നിന്ന് b കോമൺ എടുത്താൽ ഒരു b സ്ക്വയർ പുറത്ത് വരും, സോ b സ്ക്വയർ ഇൻറ്റു ഈ ടേം b plus 1 എന്നുള്ളത് 1 plus 1 by b ആവും, b plus 2 എന്നുള്ളത് 1 plus 2 by b ആവും, b സ്ക്വയർ ക്യാൻസലായി, by 3 factorial into x cube എന്ന് വരും. ആൻഡ് ടേക്കിംഗ് ലിമിറ്റ് b tends to infinity, we get limit b tends to infinity 1 plus x plus 1 plus 1 by b 2 by 2 factorial x square plus 1 plus 1 by b into 1 plus 2 by b by 3 factorial x cube and so on. ഈ എല്ലാ ടേംസിലും ഈ ന്യൂമറേറ്ററിലെ ആളുകൾ 1 ആയി മാറും. So what we get is 1 plus x square by 2 factorial plus x cube by 3 factorial plus etc. Hence we get LHS equal to RHS. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. That is verify cos x equal to limit I tends to infinity f of a 1 by 2 minus x square by 4a square. ഇവിടെ നമുക്ക് വേരിയബിൾ തന്നെ എങ്ങനെയാണ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4a സ്ക്വയർ എന്നാണ്, അത് ശ്രദ്ധിക്കണം. നമുക്ക് കോസ് എക്സിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ അറിയാം, 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus etc. എന്നാണ്. നമുക്ക് f of a 1 by 2 minus x square by 4a square ചെയ്യാൻ വേണ്ടി 1 plus a into aയും bയും സെയിം ആണ്, by 1 factorial into c യുടെ വാല്യൂ 1 by 2 into minus x square by 4a square. Then a into a plus 1 into a into a plus 1 divided by 2 factorial into 1 by 2 into 1 by 2 plus 1 is 3 by 2 into minus x square by 4a square whole square. Then a into a plus 1 into a plus 2 into a into a plus 1 into a plus 2 divided by 3 factorial into 1 by 2 into 3 by 2 into 5 by 2 into minus x square by 4a square whole cube and so on. ഇവിടെ ഫസ്റ്റ് ടൈമിനകത്ത് മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, സോ മൈനസ് പുറത്തേക്ക് എടുക്കാം, a square ക്യാൻസൽ ആവും, 1 by 2 4 ക്യാൻസൽ ആയി 2 ആവും, സോ വി ഗെറ്റ് 1 into 2 that is 2 factorial. സോ ഫസ്റ്റ് രണ്ട് ടേംസ് നമുക്ക് 1 minus x square by 2 factorial എന്ന് കിട്ടും. തേർഡ് ടൈമിനകത്ത് നമുക്കുള്ളത് a into a plus 1 into a into a plus 1, സോ a സ്ക്വയർ ക്യാൻസൽ ആവും, പക്ഷേ a സ്ക്വയർ ഹോൾ സ്ക്വയർ ഉണ്ട് ഇവിടെ, സോ അഗൈൻ ഡിനോമിനേറ്റർ a സ്ക്വയർ ഉണ്ടാവും, a plus 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ ആണ്, ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് a സ്ക്വയറിന് ഡിവൈഡ് ചെയ്താൽ 1 plus 2a plus 1 by a സ്ക്വയർ എന്ന് കിട്ടാം. ബാക്കി ഉണ്ടാകുന്നത് ഈ ടേംസിൽ ഒരു 2ഉം 2ഉം ഈ 4ഉം ക്യാൻസൽ ആവും, സോ 1 into 2 into 3 വരാം, സോറി 2 factorial into 3 into 4 വരാം, 4 സ്ക്വയർ ഉണ്ട്, സോ 1 into 2 into 3 into 4 that is 4 factorial എന്ന് വരും. നെക്സ്റ്റ് ടൈം അതുപോലെ തന്നെയാണ്, ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടൈം 1 plus 2 by a plus 1 by a സ്ക്വയർ എന്നും ഒരു ടൈം 1 plus 4 by a plus 4 by a സ്ക്വയർ എന്നും x raised to 6 by 6 factorial എന്ന് കിട്ടാം ആൻഡ് സോ ഓൺ. നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഈ 1 plus 2 by a plus 1 by a സ്ക്വയർ എന്നുള്ളത് 1 plus 1 by a ഹോൾ സ്ക്വയർ ആണ്, ഇൻറ്റു x raised to 4 by 4 factorial മൈനസ് ഇവിടെ മൈനസ് ആണ് 1 plus 1 by a ഹോൾ സ്ക്വയർ ആണ് ഈ ടേം, ഇത് 1 plus 2 by a ഹോൾ സ്ക്വയർ ആണ്, ഇൻറ്റു x raised to 6 by 6 factorial plus etc. നമുക്ക് ലിമിറ്റ് a tends to infinity f of a 1 by 2 minus x square by 4a square വേണ്ടത്. ലിമിറ്റ് എടുക്കുമ്പോൾ ഈ ടേംസ് എല്ലാം, അതായത് 1 plus 1 by a 1 plus 2 by a എല്ലാം 1 ആയി മാറും, സോ 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial and so on. Again we get LHS equal to RHS, so cos x equal to limit a tends to infinity f of a 1 by 2 minus x square by 4a square എന്ന് കിട്ടും. സോ നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.